ഹലോ, ഞാൻ വിനേഷ് വർക്കല. വിൻലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല ക്ലിഫിലാണ്. അതായത് വർക്കല ബീച്ചിൻ്റെ രണ്ടാം ഭാഗമായ വർക്കല ക്ലിഫ്, വർക്കല ഹെലിപ്പാഡ്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് റിസോർട്ടുകളും ക്ലിഫിൻ്റെ കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വർക്കല ക്ലിഫിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെന്ന്, വളരെ നീളമേറിയ കടപ്പുറം, അതിസുന്ദരമായ കുന്നും ചെരുവുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ സ്നേഹതീരം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വർക്കല ക്ലിഫ്. അപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന സന്ദർശന തീരം കൂടിയാണ് നമ്മുടെ വർക്കല ക്ലിഫ്. അതായത് എല്ലാ വർഷവും സെപ്റ്റംബർ മുതൽ ന്യൂ ഇയർ കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന നല്ല തിരക്കേറിയ അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എല്ലാ വർഷവും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വർഷം കണ്ടപ്പോൾ സങ്കടം തോന്നി. ഒരുപാട് സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു, ഒരുപാട് പേർക്ക് ബിസിനസ് ഇല്ല. കാരണം കൊറോണ കാരണം ടൂറിസ്റ്റുകളൊന്നും വരാതെയായി. ടൂറിസ്റ്റുകൾ വന്നാലേ ഇവിടെ ബിസിനസ് നടക്കത്തുള്ളൂ. അതായത് ഫോറിനേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒരു തിരക്കായിരിക്കും. ന്യൂ ഇയറിനൊക്കെ നല്ല ബഹളവും കാര്യങ്ങളും ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല.
ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കോസ്മെറ്റിക് ഐറ്റംസ്, വെള്ളം, ജ്യൂസ്, പിന്നെ കഴിക്കാനുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ബേക്കറി ഐറ്റംസ് ഇവിടെ കാണാം. ഈത്തപ്പഴം, ബദാം, പിസ്ത, നമ്മളെ ജ്യൂസ് ഐറ്റംസ്, 7up, കൊക്കോക്കോള, മൗണ്ടൻ ഡ്യൂ. മുകളിലെല്ലാം ടോയ്ലറ്റ് പേപ്പർ ഇരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടോ ബിസിനസ്സൊക്കെ ഇപ്പോൾ? ആരുമില്ല അല്ലേ? ഈ വർഷം പോയി. അപ്പോൾ നമ്മളെ പയ്യൻ പറഞ്ഞ കേട്ടില്ലേ, ഈ വർഷത്തെ ബിസിനസ് എല്ലാം പോയി. ആരുമില്ല, കസ്റ്റമേഴ്സ് ആരുമില്ല. എന്നാലും അടച്ചിടണ്ടെന്ന് കരുതി വന്ന് തുറന്നിരിക്കുന്നു. ശനിയും ഞായറും മാത്രം ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളാണ്. അവിടെ മാത്രം കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്ന കാഴ്ചകൾ കണ്ട കംപ്ലീറ്റ് സ്ഥാപനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ വർക്കല ക്ലിഫിൽ വരാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും റോഡ് വഴിയും അതുപോലെ തന്നെ ട്രെയിൻ മാർഗവും നമ്മളെ വർക്കല ക്ലിഫിൽ എത്തിച്ചേരാവുന്നതും കൂടി ഒരു പ്രത്യേകത കൂടിയാണ്. സന്ധ്യാസമയങ്ങളിൽ വന്നിങ്ങനെ നടക്കാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കാഴ്ചകൾ കാണാനും എല്ലാമായിട്ട്. ഇവിടെ നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് കാണാം. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. അടച്ചിട്ടിരിക്കുന്നതാണ് തോന്നുന്നത്. ഏതൊരു റിസോർട്ടിൻ്റെ മുന്നിൽ നിന്ന് കാണുന്ന കാഴ്ചയും ഈ കടപ്പുറമാണ്. രാത്രി കാലങ്ങളിൽ നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് നടന്ന് കാഴ്ചകൾ കാണാനായിട്ട്. ഹലോ,
നമുക്കത് ഇവിടെ നിന്ന് നോക്കിയാൽ അടിപൊളിയൊരു വ്യൂ കാണാം. അവിടെ താഴെയായിട്ടും ഒരുപാട് റിസോർട്ടുകളുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച. ദൂരമായിട്ടൊരു പള്ളിയുണ്ട്. ഇവിടെ നടന്ന് നമുക്ക് കാപ്പിൽ വരെ പോകാം. ഇവിടെ എന്തൊക്കെ തരം കോഫിയാണ് കൊടുക്കുന്നത്? ഇറ്റാലിയൻ കോഫി. ഇറ്റാലിയൻ കോഫിയിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? പിന്നെ ജ്യൂസ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ട്? സാധാ ജ്യൂസ് ഉണ്ട്, സ്മൂത്തീസ് ഉണ്ട്. അത് ശരി. കേക്ക് എങ്ങനത്തെ? ഫോറിൻസ് കഴിക്കുന്ന കേക്കാണ്. അത് ശരി. അപ്പോൾ ഫോറിനേഴ്സിനെ ബേസ്ഡ് ചെയ്താണ് ബിസിനസ് നടക്കുന്നത്. അപ്പോൾ ഈ വർഷം പോയി കിട്ടി, എല്ലാവർക്കും പോയി കിട്ടി. നമ്മളൊരു സുഹൃത്തപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് അടുത്തുണ്ട്, അവൻ്റെ അടുത്തൂടെ കയറിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവനും പറഞ്ഞ് ഈ വർഷം പോയി കിട്ടിയത്. ഇതാണോ മെഷീൻ? എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇറ്റലിയിൽ നിന്ന് തന്നെ ഇറക്കുമതിയാണല്ലേ? ഓക്കെ. പേരെന്താണ്? സന്ധ്യ. എവിടെ സ്ഥലം? പാളയംകുന്നില്ലേ? എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നു? 10 വർഷമാകുന്നു. വേറെ എവിടെയായിരുന്നു? ക്ലബ് ഫോർട്ടി നമ്മളെ നോബിയണ്ണൻ്റെ അല്ലേ? നിങ്ങളെ ലാസ്റ്റിലല്ലേ? ഓക്കെ. വീട്ടിലായി. ഈ കാണുന്ന വഴി നേരെ നടന്ന് അങ്ങ് പോയാൽ നമുക്ക് കാപ്പിൽ ബീച്ച് വരെ പോകാം. ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട് നമ്മളൊരു സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. കാരണം ഇവിടെയും ആൾക്കാരിറങ്ങി കുളിക്കുന്നതാണ്. ഞാൻ രാവിലെ 8 മണിക്ക് ഇവിടെ വന്നതാണ്. ഇപ്പോൾ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വർക്കല ബീച്ചൊന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. പറ്റുമെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം പോകാൻ വേണ്ടി റെഡിയായിട്ട് വരിക. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ.
ഇതുവഴി നടക്കുമ്പം തന്നെ നമുക്ക് നല്ല കാഴ്ചകളാണ്. ഇരുവശത്തും ഇടത് സൈഡിൽ ഒരുപാട് റിസോർട്ടുകൾ കാണാം, സൂപ്പർ മാർക്കറ്റ് കടകളൊക്കെ കാണാം. വലതുവശത്ത് നോക്കിയാൽ നല്ല അടിപൊളി സീനറി. ആ എങ്ങനെയുണ്ട് കടപ്പുറം കണ്ടിട്ട്? ആ ആദ്യമായിട്ട് വരാണോ അവിടെ? എവിടെ ഉള്ളതാണ്? താഴെ വെട്ടൂർ. ഓക്കെ. എവിടെ? പള്ളിക്കല. ആ ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് കടപ്പുറം കണ്ടിട്ട്? മോനാണത്? എങ്ങനെയുണ്ട് കടപ്പുറം കണ്ടിട്ട്? അടിപൊളി തന്നെ. ഓക്കെ, അപ്പോൾ ഇനിയും വരണം. ശരി. ഫോട്ടോ അല്ല, വീഡിയോ ആണ്, യൂട്യൂബ് ചാനലാണ്. ടീ, കോഫി, സ്നാക്സ്, ഐസ്ക്രീം. ടീ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇറ്റാലിയൻ കോഫി അങ്ങനെ വല്ലതും ഉണ്ടോ? നോർമൽ കോഫി, ടീ. നമ്മൾ ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചാണോ അതേ മലയാളികളെ ഉദ്ദേശിച്ചാണോ? മലയാളികൾ മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് കിച്ചൺ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്നാക്സ് ഇവിടുത്തത്. ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചല്ല വെച്ചിരിക്കുന്നത്, നമ്മളെ സ്വന്തം മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഐസ്ക്രീം കാണാം. ഐസ്ക്രീമിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ ഫ്ലേവറും ഉണ്ടോ നിഷി? അപ്പോൾ നമ്മുടെ ക്ലിഫിൻ്റെ ഭംഗി നടന്ന് ആസ്വദിക്കാൻ വേണ്ടി തന്നെ ഒരു നീണ്ട നടപ്പാത നമ്മളെ വർക്കല മുനിസിപ്പാലിറ്റി ജനങ്ങൾക്കായി പണിയെടുപ്പിച്ചു കൊടുത്തു. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ മൊബൈൽ ഗിംബൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഒരുപാട് വിഷ്വൽസെല്ലാം ഒരുപാട് ഷേക്കായെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ വർക്കല ക്ലിഫിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, ബൈ, ടേക്ക് കെയർ.